നമസ്കാരം. ഷെക്കേന ഫയർ റൂമിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് നിതിൻ ജോസ്. ക്രൈസ്തവ സമൂഹത്തിൻ്റെ പിന്നോക്കാവസ്ഥയുടെ കഥ ഷെക്കേന ഫയർ റൂമിൻ്റെ പല എപ്പിസോഡുകളിലൂടെ നമ്മൾ കേട്ടു. ഈ നാട്ടിൽ ഒരു പ്രതീക്ഷയുടെ നാമ്പുകൾ ഇല്ലാത്തതുകൊണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറുവാൻ നിർബന്ധിതരായിക്കൊണ്ടിരിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിലെ യുവജനങ്ങളെ നമ്മൾ കേട്ടു. യുവജനങ്ങളുടെ ആവശ്യകതകൾ നമ്മൾ കേട്ടു, അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. പക്ഷേ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള കത്തോലിക്ക സഭ ആയിരക്കണക്കിന് പ്രസ്ഥാനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയിലും ആതുര ശുശ്രൂഷ രംഗത്തുമൊക്കെ ആയിരക്കണക്കിന് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന കത്തോലിക്ക സഭ മാർ തോമസ് ലീഹായിലൂടെ വിശ്വാസത്തിൻ്റെ പൈതൃകം പേറുന്ന അടിയുറച്ച വിശ്വാസ ബോധ്യങ്ങളുടെ തറവാടായ കത്തോലിക്ക സഭയുടെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെയും പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ സഭയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ സഭ അധികാരികളുടെ ഭാഗത്തു നിന്ന് ക്രൈസ്തവ സമൂഹത്തെ ഈ നാട്ടിൽ നിലനിർത്താൻ കൂടുതൽ പ്രകടമായ ഇടപെടലുകൾ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ആയിരക്കണക്കിന് മനുഷ്യരെ ഈ നാട്ടിൽ നിർത്തുവാൻ, ഈ നാട്ടിൽ തന്നെ നിലനിർത്തുവാൻ, വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഈ നാട്ടിൽ തന്നെ ജീവിക്കുവാനുള്ള സാഹചര്യം നമുക്കുണ്ടാക്കുവാൻ സാധിക്കുമായിരുന്നോ എന്ന വിഷയമാണ് ഷെക്കേന ഫയർ റൂം ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എൻ്റെ കൂടെയുള്ളത് ഫാദർ സെബിൻ തൂമുള്ളിൽ. അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി രൂപത ഡയറക്ടറാണ്. ഒപ്പം അമൽ സിറിയക് ജോസ്, അദ്ദേഹം അധ്യാപകനും സാമൂഹിക നിരീക്ഷകനുമാണ്. രണ്ടുപേർക്കും ഈ ചർച്ചയിലേക്ക്, ഷെക്കേന ഫയർ റൂമിലേക്ക് സ്വാഗതം. ഈ ചർച്ച ഞാൻ സബിനച്ചനിൽ വീണ്ടും ആരംഭിക്കുകയാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ വളരെ സ്ട്രക്ചേർഡായ ഒരു കമ്മ്യൂണിറ്റിയാണ് കാത്തലിക് കമ്മ്യൂണിറ്റി. മാർപ്പാപ്പായിലൂടെ കേൾക്കുന്ന ഒരു പ്രബോധനം അല്ലെങ്കിൽ ആ ഒരു ഹൈരാർക്കി വളരെ സുന്ദരമാണ്. പക്ഷേ ലോകത്ത് ആർക്കും ഇല്ലാത്തത്രയും മനോഹരമായ ഒരു ഹൈരാർക്കി ഉണ്ടല്ലേ. ഒരു വിഷയം അത് ഏറ്റവും മുകളിൽ നിന്ന് വന്നാൽ ഏറ്റവും താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ വിശ്വാസ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെത്തട്ടിലേക്ക് വരെ ആ വാർത്തകളെ, ആ ഇൻഫോർമേഷനെ, ആ ആശയത്തെ എത്തിക്കാൻ പറ്റുന്ന വളരെ സ്ട്രക്ചേർഡായിട്ടുള്ള വളരെ കൃത്യമായി ഹൈരാർക്കിയുള്ള ഒരു സമൂഹമാണ്. ഇത്രയെല്ലാം സമൂഹമുണ്ടെങ്കിൽ പോലും നമ്മൾ ഇന്ന് JB കോശി കമ്മിറ്റിയുടെ റിപ്പോർട്ടിന് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് സംവരണമില്ലെന്ന് നമ്മൾ പരാതിപ്പെടുന്നു. നമുക്ക് സർക്കാർ ജോലികളിൽ പ്രാതിനിധ്യമില്ലെന്ന് പരാതിപ്പെടുന്നു, പരിഭവപ്പെടുന്നു. നമ്മുടെ മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമെന്ന് പറയുന്നു. അപ്പോൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു പൊതുസമൂഹം നമ്മളെ നോക്കുമ്പോൾ നമ്മൾ ഈ പറഞ്ഞതൊക്കെ ഒരു പക്ഷേ സത്യമാണെന്ന് പോലും അവർക്ക് സംശയം. കാരണം അവർ നമ്മളെ കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളൊരു വളരെ വെൽ ടു ഡു കമ്മ്യൂണിറ്റിയായി നമ്മൾ കണ്ടിരുന്ന ഒരു കാലമൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും അങ്ങനെ നോക്കുമ്പോൾ ശരിക്കും നമ്മൾ കോടിക്കണക്കിന് രൂപയുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ഇന്ത്യ മുഴുവൻ ചെയ്യുന്നൊരു സമൂഹമാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ 10,000 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്. എന്നിട്ട് ഏറ്റവും അൺഎംപ്ലോയബിലിറ്റി ഉള്ളൊരു സമൂഹമാണ്. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ശരിക്കും നമ്മുടെ ഒരു ആത്മവിമർശനത്തിന് ഇനിയെങ്കിലും നമ്മൾ തയ്യാറാകണ്ടേ? ഈ പുതുതലമുറയോട്, പൊതുസമൂഹത്തോട്, ഈ വളർന്നു വരുന്ന തലമുറയോടൊക്കെ നമ്മൾ ശരിക്കും കുറേ കൂടി ആൻസറബിൾ ആകേണ്ടതല്ലേ? ഇതിന് കാലഘട്ടത്തിൻ്റെ പ്രതിസന്ധികളോട് യുദ്ധം ചെയ്യുകയും കാലാനുസൃതമായിട്ടുള്ള പരിഷ്കരണങ്ങൾ കൊണ്ടുവരികയും ചെയ്തുകൊണ്ട് മാത്രമേ ഏതൊരു കാര്യത്തെയും കാലോചിതമായി അതിനെ നിർണ്ണയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പല തെറ്റിദ്ധാരണകളും, നമ്മൾ എന്നും പറയുന്നു വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. ഈ ഹൈറാർക്കിക്കൽ സംവിധാനം, മാർപ്പാപ്പയിൽ നിന്ന് ആരംഭിച്ച് ഒരു വൈദികനിൽ എത്തി നിൽക്കുന്ന ഒരു ഹൈറാർക്കിക്കൽ സംവിധാനം, അത് ഈ സഭയുടെ ഒരു ആത്മീയ മേഖലയുടെ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്. നമ്മളുടെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം, ഈ ആത്മീയ മേഖലയിൽ നിൽക്കുന്ന ഇതേ ആളുകൾ ഈ സമുദായത്തിൻ്റെ, സഭയുടെ ഭൗതിക ഇടങ്ങളെയും നോക്കേണ്ട ഒരവസ്ഥ ഉണ്ടായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് എന്ന് പറയുന്നത്, ഈ കമ്മ്യൂണിറ്റിയുടെ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് അതൊരു പൗരോഹിത്യ സമൂഹത്തിൻ്റെ കയ്യിൽ മാത്രമാണ് നിൽക്കുന്നത്. നേരെ മറിച്ച് മറുവശത്ത് അൽമായ സമൂഹം എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അവർ വളർന്നു വരുന്നില്ല, അതല്ലെങ്കിൽ വളർന്നു വരാനുള്ള സാഹചര്യം ഒരുക്കപ്പെടുന്നില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടി വരും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സഭയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടെന്ന് പറഞ്ഞു അല്ലേ? ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ ആരാണ് നടത്തുന്നത്? കോൺഗ്രിഗേഷൻസ് ആണെന്ന് ഞാൻ പറയും. രൂപതകൾ പോലും അല്ല, ഒരുപാട് സന്യാസ സമൂഹങ്ങളാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള സന്യാസിനി സമൂഹങ്ങളാണ്. നേരെ മറിച്ച് നമുക്ക് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് വന്നാൽ അവിടെ എന്താണ് സ്ഥിതി? അവിടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മുഴുവൻ കൊണ്ടു നടക്കുന്നവരാണ്. കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ്, ഒരു 1.5 വർഷം മുമ്പ്, MES എന്ന് പറയുന്ന എഡ്യൂക്കേഷൻ സൊസൈറ്റി, മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ
തലവനായിട്ട് നിൽക്കുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ വിചാരിച്ചിരുന്നു ക്രിസ്ത്യൻ സ്കൂളുകളെല്ലാം വലിയ ശക്തമാണ്, കാരണം അതെല്ലാം ക്രിസ്ത്യാനികളുടെ കയ്യിലാണല്ലോ, ഒരാളുടെ നിയന്ത്രണത്തിലാണല്ലോ. പക്ഷേ ഞാൻ പിന്നീട് ഈ മേഖലയിലേക്കൊക്കെ വന്നപ്പോൾ മനസ്സിലായി ഏറ്റവും ബലഹീനമായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനം ക്രൈസ്തവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. കാരണം അത് പല രൂപതകളുടെയും പല സന്യാസ ഭവനങ്ങളുടെയും പിന്നെ ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റിൻ്റെയൊക്കെ കീഴിലാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നോക്കിയാൽ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ശൃംഖലയുള്ളത് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കാണ്, പ്രത്യേകിച്ച് MIS-നാണ് എന്ന്. ഒരു ട്രസ്റ്റാണ്. ഈ ഒരു വ്യത്യാസം നമ്മൾ കാണാതെ പോകരുത്. ഈ ഒരു വ്യത്യാസമാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. സെയിൻറ്റ് റീത്ത സ്കൂളിൽ ഒരു ഹിജാബുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ആര് പ്രതികരിക്കണം? അപ്പോൾ പറയും അത് സ്കൂൾ പ്രതികരിച്ച് തുടങ്ങട്ടെ. ആ സ്കൂൾ പ്രതികരിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ചോദ്യം, ഇനി ഇതിനെ ഒന്ന് സ്ട്രക്ചേർഡായിട്ട് കൊണ്ടുവന്ന ഒരു പ്രതികരണത്തിനൊരു ഏക രൂപം കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സംവിധാനം നമുക്കുണ്ടോ എന്ന് ചിന്തിക്കുമ്പോൾ പിന്നീട് അത് KCBC-യിലേക്ക് പോകണമെന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ടാവുകയാണ്. നേരെ മറിച്ച് നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെല്ലാം വളരെ കൃത്യമായി, ഇപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പല കോർപ്പറേറ്റ് സംവിധാനങ്ങളുണ്ട്. അത് KCBC-യുടെ കീഴിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുഴുവൻ ഒരു ഫോമുണ്ട്, ഒരു ബോഡിയുണ്ട്. സീറോ മലബാർ സഭയ്ക്ക് പ്രത്യേകമായിട്ട് ഇതുണ്ട്. പക്ഷേ പ്രശ്നം വരുന്നത് കേരളത്തിലെ ഒരു ഇൻഡിവിജ്വൽ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്ന ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പരിഹരിക്കാൻ ഇമ്മീഡിയറ്റായിട്ട് ഈ പറയുന്ന സംവിധാനത്തിന്, ഈ KCBC-യുടെ വിദ്യാഭ്യാസ കമ്മീഷന് സാധിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ ഒരു സ്ട്രക്ചേർഡ്ലി ഒരു റീവർക്ക് ചെയ്ത് നമ്മളുടെ ഈ സ്ഥാപനങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു വശത്ത് അവിടെ നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മൾ കാണുമ്പോൾ ഇത് വളരെ ശക്തമാണ്, ആത്മീയ തലത്തിൽ ശക്തമാണ്. പക്ഷേ ഭൗതിക തലത്തിൽ നമ്മൾ വലിയ രീതിയിൽ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആധുനികമായിട്ടുള്ള സാഹചര്യത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കാൻ, സമുദായ അംഗങ്ങളെ വളർത്തിക്കൊണ്ട് വരാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഒരു കാലത്ത് ഒരു വികാരിയച്ഛൻ വിചാരിച്ചു കഴിഞ്ഞാൽ പാലം പണിതാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ റോഡ് നന്നാക്കിയാൽ മതിയായിരുന്നു. ഇന്ന് അതൊന്നുമല്ല. ഇന്ന് പുതിയ കാലഘട്ടത്തിൻ്റെ പാലം പണിയും റോഡ് പണിയാണ്. അവിടെ 10ാം ക്ലാസ് കഴിഞ്ഞോ +2 കഴിഞ്ഞോ സെമിനാരിയിൽ ചേർന്ന് ഫിലോസഫിയും തിയോളജിയും പഠിക്കുന്ന ഒരു അച്ഛനോട് ആധുനിക കാലഘട്ടത്തിൻ്റെ മാനേജ്മെൻറ്റ് സംവിധാനത്തെയും ആധുനിക കാലഘട്ടത്തിൻ്റെ AI ടെക്നോളജിയെയും ഡാറ്റാ സയൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെയും ഒക്കെ വിലയിരുത്തിക്കൊണ്ട് പുതിയ രീതിയിൽ സമുദായത്തെ വളർത്തിയെടുത്തുകൊണ്ട് വരണമെന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അവിടെ ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് ഈ വൈദിക സമൂഹവും അൽമായ സമൂഹവും ഒരുപോലെ സമുദായ നന്മയ്ക്ക് വേണ്ടി തോളോട് തോള് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ട്രക്ചറൽ ചേഞ്ച് അതിവിടെ കൊണ്ടുവരണം. എന്ന് പറയുമ്പോൾ ഈ മാർപ്പാപ്പയായിട്ട് അൽമായനെ നിയമിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, മറിച്ച് മാർപ്പാപ്പ മുതൽ വൈദികർ വരെയുള്ളവർക്ക് ചെയ്യാൻ ശാക്തീകരണം, അതെ, അൽമായ നേതൃത്വം ശക്തിപ്പെട്ടു വരണം. അവർക്ക് റോള് കിട്ടണം, സഭയിൽ അവർക്ക് ചെയ്യാൻ പലതും ഉണ്ടാകണം. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അവരെ കൂടി വളർത്തിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ഈ ആധുനിക കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. തിരിച്ചു വരാം. അമൽ, ഇവിടെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് അച്ഛൻ പറയുക. അപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇപ്പം നമ്മളിപ്പോൾ സ്ട്രക്ചർ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും വിശുദ്ധ കുർബാന നടക്കുന്നു, സൺഡേ സ്കൂൾ ക്ലാസ്സുകൾ നടക്കുന്നു, അതിനെ നമ്മൾ രൂപത അടിസ്ഥാനത്തിൽ, ഫൊറോന അടിസ്ഥാനത്തിൽ, ഇടവക അടിസ്ഥാനത്തിൽ നടക്കുന്നു, പിന്നെ ഒരു സെൻട്രലി നമ്മളിതിനെല്ലാം ക്രമീകരിക്കുന്നു. ഇങ്ങനെയൊക്കെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ആളുകളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് നടക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണല്ലോ നമ്മൾ. പക്ഷേ ഈ ഇൻട്രാക്ഷനിലൊക്കെ പലപ്പോഴും ഒരു ആത്മീയതയുടെ ഒരു സൈഡിലാണ് നമ്മൾ പലപ്പോഴും കാണുക എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വിശ്വാസ ബോധങ്ങൾ, വിശ്വാസത്തിൻ്റെ പരിശീലനങ്ങളൊക്കെ കിട്ടേണ്ട ഇടങ്ങളൊക്കെ തന്നെയാണത്. പക്ഷേ അതിനപ്പുറത്തേക്ക് നമ്മുടെ ജീവിതം കെട്ടിപ്പൊക്കാൻ നമ്മളുടെ സഭയ്ക്ക്, അല്ലെങ്കിൽ അതിനെ ബിൽഡ് ചെയ്യുന്ന കാര്യത്തിലൊക്കെ നമുക്ക് കുറച്ചും കൂടെ ഒരു ട്രെയിനിങ് ഒക്കെ നമ്മുടെ വിശ്വാസ സമൂഹത്തിൻ്റെ ചെറുപ്പത്തിലേ കൊടുത്തിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ നമ്മുടെ ഡെസ്റ്റിനി വേറൊരു തലത്തിലേക്ക് മാറിയേനെന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമുണ്ട്. യോജിക്കുന്നുണ്ടോ? അതിനോട് യോജിക്കുന്നുണ്ട്. അതിനോടൊപ്പം കൂട്ടിച്ചേർക്കാനുള്ളത്, ശരിക്കും
അങ്ങ് ഉദ്ദേശിച്ച പോലെ ഇപ്പം വേണമെങ്കിൽ നമുക്ക് സൺഡേ സ്കൂളുകളിൽ നമുക്ക് ഒരു പ്രത്യേക ക്ലാസ്സുകളോ സെക്ഷനോ വെച്ച് ഇവർക്ക് നമുക്ക് ഒരു ക്ലാസ്സുകളൊക്കെ കൊടുത്തുകൊണ്ട് ഇപ്പം സംരംഭകത്വം അല്ലെങ്കിൽ മറ്റ് ജോലി സാധ്യതകൾ ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് വേണമെങ്കിൽ ഒന്ന് ഉയർത്തുന്ന രീതിയിലേക്കുള്ള ചിന്തകൾ കൊടുക്കാം, അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ട പല മേഖലകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തിനാണെന്നുള്ളതും കൂടെ നമ്മുടെ ഒരു അടിസ്ഥാന ചിന്തയിലേക്ക് വരേണ്ടതാണ്. അതായത് ഈ ന്യൂനപക്ഷ മതസ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനങ്ങൾ നടത്തുന്നത്. പക്ഷേ ഈ ന്യൂനപക്ഷ മതസ്ഥാപനത്തിൻ്റെ അടിസ്ഥാന ആശയം ഭരണഘടനയിൽ എന്താണ് കൊടുത്തിരിക്കുക എന്നുള്ളത് നമ്മുടെ ചിന്തയിലില്ല. അതാണ് ഇതിൻ്റെ വിഷയം. അതായത് ഒരു ന്യൂനപക്ഷ മതസ്ഥാപനം കൊടുത്തതിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് നാളെ ഒരു ഭൂരിപക്ഷ ആശയങ്ങൾ കടന്നു കയറി ന്യൂനപക്ഷമായ വിഭാഗത്തിൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, സംസ്കാരപരമായിട്ടുള്ള കാര്യങ്ങൾ ഇവയൊന്നും തച്ചുടച്ച് കളയാതെ അവരുടെ ചെറുപ്പക്കാരായ കുട്ടികളിലും യുവാക്കളിലും അവരുടെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കാണ്ട്, വിശ്വാസത്തെ പരിപോഷിക്കാണ്ട് അത് നിലനിർത്തുവാനുള്ള കാര്യങ്ങൾ അവർക്ക് ക്രമീകരിച്ചു കൊടുക്കാനുള്ള ഒരു സങ്കേതം കൂടിയാണ് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ന്യൂനപക്ഷ പദവി. പക്ഷേ ക്രൈസ്തവ ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ അതൊക്കെ ഒരു വർഗീയതയുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു വിത്ത് പാകുന്ന കാര്യങ്ങളായിട്ട് പലപ്പോഴും കണ്ട് സംസാരിച്ച് അതിനുള്ള ഇടം കൊടുക്കാതെ പ്യുവർ ഒരു സെക്യുലർ ലിബറൽ എന്ന ചിന്തയിലേക്ക് മാത്രം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പം അവിടെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയാണ്. നമ്മൾ നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഒരു ലിബറൽ സെക്യുലർ തലത്തിലേക്ക് കൊടുത്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിനകത്ത് അർത്ഥമില്ല. ഒരു കമ്മ്യൂണിറ്റി ആയിരിക്കുന്ന ഈ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നുള്ള, ഇപ്പം ഒരു എക്സാമ്പിൾ പറയാം, ഈ പരിചമുട്ടുകളി ക്രിസ്ത്യാനികളിലെ ഒരു കലാരൂപമാണ്. പക്ഷേ നമ്മുടെ എത്ര സ്ഥാപനങ്ങളിൽ കലോത്സവത്തിനായിട്ട് പരിചമുട്ടുകളിയെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്? സ്കൂളുകളെടുത്തോ കോളേജുകളെടുത്തോ കലോത്സവത്തിന് അവിടെ പരിചമുട്ടുകളിയുണ്ട്. പക്ഷേ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് അധികം കഴിയത്തില്ല. അതേസമയം നമ്മുടെ വിദ്യാഭ്യാസപരമായിട്ടുള്ള കാര്യങ്ങളിൽ, നമ്മുടെ വിശ്വാസപരമായിട്ടും സാംസ്കാരികപരമായിട്ടും ധാരാളം പഠനങ്ങൾ നമ്മുടെ നടത്താമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പഠനങ്ങളോ റിസർച്ചുകളോ ഒന്നും തന്നെ നമ്മുടെ ഇടയിൽ നിന്നും വരുന്നില്ല. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കേണ്ട ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി. മുസ്ലിം കമ്മ്യൂണിറ്റിയെ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കറിയാം നോളജ് സിറ്റി പോലുള്ള സംവിധാനം തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രോഷറും അതിൻ്റെ ഒരു ലീഫ്ലെറ്റൊക്കെ ഞാൻ കാണാനിടയായി. അപ്പോൾ അവിടെ കണ്ടൊരു കാര്യം ഇതാണ്, ഈ നോളജ് സിറ്റി പോലുള്ള സംവിധാനം തുടങ്ങുന്നു. അതിപ്പം നമ്മുടെ പ്രധാനമന്ത്രി പോയി അതിൻ്റെ നേതാക്കൾ പോയി കാണുന്നു, കുറേ അംഗീകാരങ്ങൾ മേടിക്കുന്നു, അവിടെ എയ്ഡഡ് പദവി വരെ അവരുടെ സ്ഥാപനങ്ങൾക്ക് അവർ നേടിയെടുക്കുന്നു. മാത്രമല്ല ആ നോളജ് സിറ്റിയുടെ മർക്കസ് നോളജ് സിറ്റിയുടെ ബ്രോഷർ നോക്കിയപ്പോഴാണ് ഇതിനോട് ലിങ്ക് ചെയ്തിരിക്കുന്ന ബാക്കിയുള്ള സ്ഥാപനങ്ങളുടെ ലിസ്റ്റും അതിൻ്റെ കണ്ടൻറ്റും കാണുന്നത്. അതായത് ഏകദേശം ഒരു 100-100-ലധികം സ്കൂളുകൾ, 100-100-ലധികം മറ്റ് ഈ കോളേജ് തലത്തിലുള്ള വിദ്യാഭ്യാസങ്ങൾ കൊടുക്കുന്ന സ്ഥാപനങ്ങൾ, അങ്ങനെ ഒരു 10-200-300-ലധികം സ്ഥാപനങ്ങൾ കണക്ട് ചെയ്ത് കിടക്കുകയാണ് ഈ മർക്കസ് നോളജ് സിറ്റിയുമായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എന്താണ് അടിസ്ഥാനമായിട്ട് കൊടുക്കുന്നവർ? അവരവരുടെ മതവിശ്വാസത്തിൽ ഊന്നിയുള്ള ഒരു പഠന ചിട്ടകൾ ഫോർമേഷനാണ്. അപ്പം അങ്ങനെ ഒരു ഫോർമേഷൻ കൊടുത്തുകൊണ്ട് തന്നെ അവർക്ക് അതിനകത്ത് ജോലി സാധ്യതകൾ നേടിക്കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ മദ്രസകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താണ് പ്രയോജനം? ആയിട്ട് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർക്ക് എന്താണ് പ്രയോജനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാളെ കുറച്ച് വിശ്വാസം കിട്ടി എന്നതിലുപരിയായിട്ട് അവൻ്റെ ഭൗതിക തലത്തിലേക്ക് എന്താണ് നേട്ടം എന്നൊരു ചോദ്യം വരാം. പക്ഷേ ഇപ്പം ചുമ്മാ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഭൗതിക തലത്തിലെ നേട്ടം എന്ന് പറയുമ്പോൾ അവൻ്റെ സാലറി, ശമ്പളം, ഫിനാൻഷ്യൽ ബാക്കപ്പ് ഒക്കെയാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു മദ്രസയിൽ പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചോളം അവനവിടെ ഓരോ സ്കൂളിലും പഠിപ്പിക്കാനായിട്ടൊരു അറബി അധ്യാപകൻ്റെ പോസ്റ്റ് അവിടെ നിൽക്കുകയാണ്. ഓരോ സ്കൂളുകളിലും ഒക്കെ പഠിപ്പിക്കാണ്ട് ഒരു ഉറുദു അധ്യാപകൻ്റെ പോസ്റ്റ് അവിടെ നിൽക്കുകയാണ്. കോളേജുകളിൽ പഠിപ്പിക്കാണ്ട് അറബി അധ്യാപകൻ്റെ പോസ്റ്റ്, ഉറുദു അധ്യാപകൻ്റെ പോസ്റ്റ് കിടക്കുകയാണ്. എന്തിനേറെ പറയുന്നു, യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിക്കാനായിട്ട് അവിടെ ഇസ്ലാമിക് ഹിസ്റ്ററി പഠിക്കാനായിട്ട് വരെ പോസ്റ്റുകൾ നിൽക്കുക. ഇത് സർക്കാർ പോസ്റ്റുകളാണ്, ശരിയല്ലേ? ഒരു സർക്കാർ ശമ്പളം കിട്ടുന്ന പോസ്റ്റുകളായിട്ട് ഇതെല്ലാം നിലനിൽക്കുന്നു. മാത്രമല്ല ഈ പറഞ്ഞ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം ജോലി സാധ്യതയിൽ കിടക്കുകയാണ്. അപ്പം ഇത്തരത്തിലുള്ള ജോലി സാധ്യതകൾ കിടന്നുകൊണ്ട് തന്നെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡപ്പിലേക്ക് ആ കമ്മ്യൂണിറ്റി പരമാവധി ശ്രമിക്കുന്നു. പക്ഷേ നമ്മളെ സംബന്ധിച്ചാൽ നമ്മൾ ചെയ്യുന്നത് എന്നാ, നമ്മൾ ഈ സെക്യുലർ വിദ്യാഭ്യാസത്തിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനല്ല. ഒരു ഉദാഹരണത്തിന് ഒരു സിസ്റ്റർമാർ, ഇപ്പം നമ്മുടെ കോൺഗ്രേഷൻ്റെ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്, സിസ്റ്റർമാർ നടത്തുന്ന ഒരു സ്ഥാപനം നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ ആ സ്ഥാപനത്തിൽ എത്ര ശതമാനം ക്രൈസ്തവ കുട്ടികളുണ്ട്? ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ചില മേഖലകളിൽ നോക്കുവാണെങ്കിൽ 10% പോലും ക്രൈസ്തവ കുട്ടികളില്ലാത്ത സ്ഥാപനങ്ങളും ഈ ഒരു കോൺഗ്രേഷൻ സംവിധാനത്തിൽ സിസ്റ്റർമാർ നടത്തുകയാണ്. അവരവിടെ കൊടുക്കുന്ന വിദ്യാഭ്യാസം ഈ പറയുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നൊന്നുമല്ല, സെക്യുലർ വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത്. അപ്പം ആ മറ്റ് കമ്മ്യൂണിറ്റികളെ ബിൽഡ് ചെയ്യാനായിട്ട് സ്വയം ജീവിതം അവിടെ സമർപ്പിച്ചിരിക്കുക. അവരുടെ ജീവിതം മുഴുവനും അവർ സമർപ്പിച്ചിരിക്കുന്നത് എന്തിനാണ്? മറ്റ്
മറ്റ് കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കുള്ള ഡെവലപ്മെൻറ്റ് അവരുടെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. അതേസമയം സ്വയം കമ്മ്യൂണിറ്റി ആയിട്ട് ഇവിടെ കിടക്കുന്ന വിഭാഗങ്ങൾ ആ വിഭാഗത്തിൽ നിന്ന് കാശെടുത്തായിരിക്കും ഈ സ്ഥാപനം പണിതിരിക്കുക. ആ വിഭാഗത്തിൽ നിന്ന് കാശെടുത്തായിരിക്കും ഈ സ്ഥാപനത്തിൻ്റെ മെയിൻ്റനൻസ് നടത്തുക. എന്നിട്ട് ഈ വിഭാഗം സ്വന്തം കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ആൾക്കാർക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് ഒന്നുമില്ലാതെ മറ്റുള്ള കമ്മ്യൂണിറ്റിയെ ഡെവലപ്പ് ചെയ്യുകയും അവസാനം സ്വയം ചുരുങ്ങുന്ന ഘട്ടത്തിലേക്ക് മാറിപ്പോയിക്കൊണ്ടിരിക്കുന്നൊരു സമൂഹമായി നമ്മൾ മാറിക്കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇതിനകത്തൊരു കൃത്യമായ വിചിന്തനം ആവശ്യമാണ്. എങ്ങനെ ഇതിനകത്തൊരു മാറ്റം കൊണ്ടുവരാമെന്ന് അടിയന്തരമായി ചിന്തിച്ചില്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയെ തന്നെ നമ്മൾ കൊലക്ക് കൊടുക്കുന്ന അവസ്ഥയിലേക്ക് പല സ്ഥലങ്ങളിലും പോകുന്നതായിട്ടുള്ള ഒരു ഉദാഹരണങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുക. അമൽ വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിച്ചു. അമൽ പറയുന്നതിൻ്റെ സമ്മറി ഒന്ന്, ഈ ആത്മീയതയുടെ ഒരു തല അച്ഛൻ പറഞ്ഞു വെച്ചതിൻ്റെ തുടർച്ചയാണ്. നമ്മൾ ആത്മീയ തലത്തിൽ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒത്തിരി നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. പക്ഷേ ഒരു ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആളുടെ ഒരു സാമൂഹിക സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രാധാന്യം നമ്മൾ കൊടുത്തില്ല. നമ്മളതിനകത്ത് ദൈവവചനത്തെയൊക്കെ പലപ്പോഴും കൂട്ടുപിടിക്കാറുണ്ട്. അത് വ്യക്തിപരമായി എനിക്ക് ചില ഘട്ടങ്ങളിൽ എനിക്ക് എതിർപ്പുണ്ട്. ഇപ്പോൾ ഉദാഹരണം, നമ്മൾ വിധക്കാരൻ്റെ ഉപമയും അല്ലെങ്കിൽ പക്ഷികളുടെ കഥകളുമൊക്കെ നമ്മൾ പറയുമ്പോൾ, നാളെക്കുറിച്ച് ആശങ്കപ്പെടുന്നൊക്കെ നമ്മൾ പറയുമ്പോൾ, എനിക്ക് തോന്നുന്നു നമുക്ക് പലപ്പോഴും നമുക്കൊരു ദൈവത്തിൻ്റെ ആശ്രയം, പ്രൊവിഡൻസ് എന്ന് പറയുന്നത് നമ്മൾ ദൈവാശ്രയം എന്നാണ് നമ്മൾ പറയുക, അല്ലേ? നമുക്കെന്നൊരു പ്രൂഡൻസ് പലപ്പോഴും നഷ്ടപ്പെടാറുണ്ട്. നമ്മൾ പ്രൊവിഡൻസിൽ വലിയ രീതിയിൽ ആശ്രയിച്ച്, എന്നാൽ നമ്മൾ പ്രൂഡൻസ് ഇല്ലാതെ, നമുക്ക് നാളെക്കുറിച്ചുള്ള ഒരു ചിന്ത, ക്രാന്തദർശകത്വം നമുക്കില്ലാതെ നമ്മളെല്ലാവർക്കും നമ്മൾ വിളമ്പി അവസാനം നമ്മുടെ പാത്രത്തിൽ ഒന്നുമില്ലാത്ത ഒരു ദുരന്ത സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി ഡേറ്റയിലേക്ക് വരികയാണെങ്കിൽ, നമ്മുടെ നാട്ടിൽ വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളുണ്ട്. ഇപ്പോൾ ഓരോ റിലീജിയസ് കോൺഗ്രിഗേഷൻസ് അവർക്ക് ഒരു നിശ്ചിത തുക അവരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിന് വേണ്ടി മാറ്റിവെക്കാറുണ്ട്. ഇപ്പോൾ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയപ്പെട്ട ഒരു വൈദിക സമൂഹത്തിൻ്റെ 5 വർഷത്തെ ഓഡിറ്റഡ് ഡേറ്റ അല്ലെങ്കിൽ അവരുടെ സാമൂഹിക സേവനത്തിൻ്റെ കണക്ക് 400 കോടിയിൽ അധികമാണ്. കേരളത്തിലുള്ള 350-400 കോടിയിലിടയിലാണ്. അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു 10 സന്യാസ സഭകൾ അല്ലെങ്കിൽ സന്യാസ സമൂഹങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 5000 കോടിയിലധികം രൂപ ഒരു വർഷം നമ്മൾ നോക്കിയാൽ, ഒരു ആവറേജ് ഒരു 4000-5000 കോടിയിലധികം രൂപ നമ്മൾ ചാരിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുകയാണ് ഐഡിയലി ഇന്ത്യയിൽ. അപ്പോൾ ഇത് ആർക്കാണ്? ഈ ചാരിറ്റിയുടെ ഒരു വലിയ ശതമാനവും പൊതുസമൂഹത്തെ നമ്മൾ നിർമ്മിക്കുകയാണ്. നമ്മൾ പൊതുസമൂഹത്തെ നിർമ്മിക്കണം, പക്ഷേ അത് നിർമ്മിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായത്, ഗവൺമെൻറ് എത്താത്ത അല്ലെങ്കിൽ സർക്കാരിൻ്റെ കൈ എത്താത്ത, നമ്മളിപ്പം ചാവറയച്ചൻ പള്ളികളോടൊപ്പം പള്ളിക്കൂടം ഉണ്ടാക്കിയ ഒരു സാഹചര്യമല്ല ഇന്നുള്ളത്. ഇന്ന് നമ്മളത് ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നന്നായി ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്, അതിനുള്ള നീഡ്. അപ്പം നമ്മൾ ഈ ഒരു പുതിയ കാലത്തിൻ്റെ കാര്യസം നമ്മൾ ഏറ്റെടുക്കാൻ നമ്മുടെ സമൂഹങ്ങൾക്കും നമ്മുടെ നേതൃത്വത്തിനും സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടോ എന്നൊരു ആത്മവിമർശനം അച്ഛനുൾപ്പെടെയുള്ള നമുക്ക് ഉണ്ടാകേണ്ടത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, നമ്മൾ ഇത്രയും തുക ഒരു പൊതുസമൂഹത്തെ ബിൽഡ് ചെയ്യാനായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഉത്തരേന്ത്യയിലൊക്കെ നമ്മളുടെ പ്രസൻസിന് 1% ഉള്ളിടത്തൊക്കെ ആയിരിക്കും നമ്മളിതൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. എല്ലാവർക്കും നമുക്ക് ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുകയും മനുഷ്യരായി കാണുകയും ചെയ്യുന്നതാണ്. പക്ഷേ അതിലൊരു ശതമാനം, 5000 കോടിയിൽ നിന്ന് നമ്മൾ ഒരു 10 കോടി രൂപ അല്ലെങ്കിൽ 50 കോടി രൂപ, 10% നമുക്ക് കൃത്യമായി സോഴ്സ് ചെയ്ത് പറ്റുകയാണെങ്കിൽ, നമ്മളുടെ കത്തോലിക്ക സഭയിലെ എല്ലാ മക്കൾക്കും നമുക്ക് സൗജന്യമായ ഒരു പക്ഷേ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റില്ലേ? നമ്മുടെ ആതുര ശുശ്രൂഷ രംഗം, നമ്മൾ ഇത്രയും സ്ഥാപനങ്ങൾ നടത്തുന്ന ആശുപത്രികൾ, തീർച്ചയായിട്ടും ആശുപത്രികൾ അത് വലിയൊരു അതിൻ്റെ എക്സിസ്റ്റൻസ് ഇറ്റ്സെൽഫ് എ മിഷൻ, ഐ ബിലീവ്. എനിക്കതിനകത്ത് എതിരഭിപ്രായമില്ല, അതിലൊരു കച്ചവട സ്ഥാപനമാണെന്നോ എനിക്കതിനകത്ത് അങ്ങനെ ചെയ്യണം, ഉറപ്പായിട്ടും അതിൻ്റെ നിലനിൽപ്പ് പ്രധാനപ്പെട്ടതാണ്. പക്ഷേ നമ്മളിങ്ങനെ വിളമ്പിക്കൊടുക്കുന്ന പൈസകളെയൊക്കെ ഒന്ന് സ്വരൂപിച്ച് കഴിഞ്ഞാൽ ആതുര ശുശ്രൂഷ എത്രയോ ആളുകളുടെ മരുന്ന്, എത്രയോ മക്കളാണ് ആത്മഹത്യ ചെയ്യുന്നത് നമ്മുടെ മുമ്പിൽ തന്നെയുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ സാമ്പത്തികമായ രേഖയിൽ നമുക്കൊരു റീറൂട്ട് ആവശ്യമില്ലേ? ഇനിയും നമ്മളിത് ചെയ്തില്ലെങ്കിൽ, ഇപ്പം നമുക്കിതൊക്കെ ചെയ്യാനുള്ള ഒരു ഭൗതിക സാഹചര്യം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഉണ്ട്. 5 വർഷം കഴിയുമ്പോൾ ഇപ്പോൾ ഏതൊരു മേഖലയിലാണെങ്കിലും ഈ സന്യാസ സമൂഹങ്ങളുടെയൊക്കെ അവരുടെ പങ്ക് കുറയുന്നു, അവരുടെ ജോലി ചെയ്യുന്ന ആളുകൾ കുറയുന്നു, ശമ്പളം കുറയുന്നു. ഇനിയൊക്കെയുള്ള കാലം ഒരു ക്ലേശങ്ങളുടെ കാലമാണ് വരാൻ പോകുന്നത്. അപ്പം ഈ നമ്മൾ പഴയ നിയമത്തിൽ ജോസഫിനെ നമ്മൾ പറയുന്നത് പോലെ ഈ സമ്പത്ത് കാലത്ത് ഇത് സൂക്ഷിച്ചു വെച്ചാലല്ലേ ഈ അതിനുശേഷം വരുന്ന ഈ ക്ഷാമകാലത്തെ നമുക്ക് നേരിടാനുള്ള ആ ഒരു പ്രൂഡൻസ് എല്ലാ അധികാര കേന്ദ്രങ്ങളിലും ഉണ്ടാകേണ്ടതല്ലേ? തീർച്ചയായും. ഇതൊരു കാഴ്ചപ്പാടിൻ്റെ ഒരു വിഷയമാണ്. ബൈബിളിൽ വളരെ കൃത്യമായിട്ട് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം, പൗലോസ്ലീഹ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 10-ാം വാക്യത്തിലൊരു കാര്യം പറയുന്നുണ്ട്. സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. സകല മനുഷ്യർക്കും, പ്രത്യേകിച്ച് വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യാം. ഇത് 2 ആസ്പെക്റ്റാണ്. ഒന്ന് യൂണിവേഴ്സൽ ആസ്പെക്റ്റ്, സഭാത്മകമായിട്ടുള്ള ചിന്തയിലാണ് സകല മനുഷ്യരെയും ഉൾപ്പെടേണ്ടത്.
ഈ രണ്ടാമത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് വിശ്വാസത്തിൽ ഒരേ കുടുംബത്തിൽ അംഗങ്ങളായവർക്ക് നന്മ ചെയ്യണമെന്നുള്ള കാഴ്ചപ്പാടാണ് സാമുദായികമായിട്ടുള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇക്കാലം അത്രയും നമുക്ക് സഭാത്മകമായിട്ടുള്ള കാഴ്ചപ്പാടേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് സാമുദായിക കാഴ്ചപ്പാടിലേക്ക് വരുന്നത്. സാമുദായിക കാഴ്ചപ്പാട് വരുമ്പോഴാണ് നമ്മൾ ഈ ഭൗതികമായിട്ടുള്ള മേഖലയെക്കുറിച്ച് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത്. നമുക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി എടുത്തു കഴിഞ്ഞാൽ സക്കാത്ത് അവർക്ക് നിർബന്ധമാണ്, അല്ലേ? സക്കാത്തെല്ലാം ഒരൊറ്റ സെൻറ്ററിലേക്ക് ചെല്ലുകയാണ്. സക്കാത്ത് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ, അവിടെ നിന്ന് അവർ തീരുമാനിക്കുന്ന പ്രൊജക്റ്റുകൾക്ക് വേണ്ടി മാത്രമായിട്ടത് വിനിയോഗിക്കപ്പെടുകയാണ്. ക്രൈസ്തവരുടെ ഇടയിൽ ഈ ദശാംശം കൊടുക്കുക എന്ന് പറയുന്ന ഒരു പതിവുണ്ട്. ഒന്ന്, അത് നമ്മൾ ആരും തന്നെ ചെയ്യുന്നില്ല. ഇനി ചെയ്യുന്നവർ അത് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെയും അത് ഏതെങ്കിലുമൊക്കെ ഇടവകയിലെ ഒക്കെ ന്യായമായിട്ടുള്ള പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് നിറവേറ്റി പോവുക. കോമൺ ആയിട്ടുള്ള ഏരിയയിലേക്ക് ഫണ്ട് സോഴ്സ് ചെയ്യാൻ നമുക്ക് കഴിയാത്തത് ഒരു വലിയ പ്രതിസന്ധിയാണ്. നമ്മളുടെ ഈ പണമൊക്കെ വലിയ രീതിയിൽ പല കാര്യങ്ങൾക്ക് ചിലവാകുക. അപ്പോൾ ഉദാഹരണത്തിന് ഒരു പള്ളിപ്പെരുന്നാൾ, ഒരു ഇടവക എത്ര ലക്ഷം രൂപയാണ് പൊടിക്കുന്നത്, കോടികളായി. ഓരോ ഇടവക ഇപ്പോൾ ഈ തൃശ്ശൂർ പ്രദേശത്തേക്കൊക്കെ വരുമ്പോൾ അത് വളരെ കൂടുതലാണ്. ആ തുകയുടെ ഒരു നേർ പകുതി എടുത്ത് ഒരു കോമൺ ഡെപ്പോസിറ്റ്, അതായത് ഉദാഹരണത്തിന് PSC പരീക്ഷ എഴുതാൻ താല്പര്യമുള്ള കുട്ടികളെ കണ്ടെത്തി, അവരിൽ EW സംവരണമുള്ളവരെ കണ്ടെത്തി, അവർക്ക് വേണ്ടി ട്രെയിനിങ് കൊടുക്കുക, എന്നിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സ്പോൺസർ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്ത ഈ കമ്മ്യൂണിറ്റിയെ വളർത്തിയെടുത്തുകൊണ്ട് വരേണ്ടതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണിത്. ഓക്കെ, അടുത്ത ഒരു കാര്യം, നമ്മളുടെ കാറ്റക്കിസവുമായി ബന്ധപ്പെട്ട് കാറ്റക്കിസത്തിൻ്റെ ഒരു ഏരിയ സ്കിൽ ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് മാറി വരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ സ്വപ്നം കാണണം. അങ്ങനെ പ്രൊജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് വിശ്വാസം ഒരു വ്യക്തിക്ക് ലഭിക്കുക എന്നതുപോലെ പ്രധാനപ്പെട്ടതാണ് ആ വിശ്വാസം വളരെ ക്രിയേറ്റീവായിട്ട് ഷെയർ ചെയ്യപ്പെടുക എന്നുള്ളത്. ഇത് ഷെയർ ചെയ്യപ്പെടണമെങ്കിൽ എന്ത് വേണം? ഈ ആൾ നല്ല ജോലിയും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന സ്മാർട്ടായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലൊക്കെ ഉള്ള ആളായിട്ട് മാറേണ്ടതുണ്ട്. രാഷ്ട്രീയത്തിൽ അയാൾ കയറി പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ രീതിയിലെ കാഴ്ചപ്പാടുകൾ നമ്മുടെ ഈ സിസ്റ്റേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അവർ ഒത്തിരി സേവനങ്ങളാണ് സമൂഹത്തിന് ചെയ്യുന്നത്. അവരുടെ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് അവർ മാറ്റിവെക്കുന്ന തുക, അത് ഓരോ വർഷവും കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റിൻ്റെ പ്രൊജക്റ്റുകൾ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് മാറ്റിവെക്കുന്ന രീതിയിലേക്ക് ഇതിനെ കാര്യങ്ങളെ കൊണ്ടുവരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഈ ന്യൂനപക്ഷ അവകാശവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്ര സ്ഥാപനങ്ങൾ നമ്മളുടെ പാരമ്പര്യ കലാരൂപങ്ങൾക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്? ചവിട്ട് നാടകം, മാർഗംകളി, പരിചമുട്ടുകളി, കോൽക്കളി. ഈ കോൽക്കളി എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മാത്രം ഒരു കലാരൂപമാണെന്ന്. അല്ല, അതിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയുടെയും കോൽക്കളിയുണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ കോൽക്കളിയുണ്ട്. ഇന്ന് കലോത്സവ വേദികളിൽ മാപ്പിളപ്പാട്ട് പാടിയാൽ മാത്രമേ ആ കോൽക്കളി അത് അംഗീകരിക്കുകയുള്ളൂ, അതല്ലെങ്കിൽ അത് ഡിസ്ക്വാളിഫൈഡ് ആണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ അശ്രദ്ധമായിട്ട് തള്ളിക്കളഞ്ഞ ചില മേഖലകളാണ്. അപ്പം നമ്മൾ ഈ കലാരൂപങ്ങളുടെ നവീകരണം, അതിൻ്റെ പരിചയപ്പെടുത്തൽ, അതിനെ പോപ്പുലറൈസ് ചെയ്യുക, സംസ്കാരത്തെ സംരക്ഷിക്കുക, വിദ്യാഭ്യാസത്തിന് പ്രാതിനിധ്യം കൊടുക്കുക, സ്കോളർഷിപ്പുകൾ നൽകുക, ഇത്തരം പദ്ധതികളിലേക്ക് നമ്മുടെ ധനത്തെ വിനിയോഗിക്കുക. തീർച്ചയായിട്ടും നമ്മളൊരു പ്രൊജക്റ്റ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പോൾ പല രൂപതകളും ഒക്കെ ചെയ്യുന്നത് നീറ്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു, ഫ്രീ ആയിട്ട് അവരെ പഠിപ്പിക്കാൻ തയ്യാറാകുക. അപ്പോൾ അതിനൊരു പ്രിലിമിനറി ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് വളരെ കുറഞ്ഞ ആൾക്കാരെ പാസ്സാകുന്നുള്ളൂ. എൻ്റെ ചിന്ത, കൂടുതൽ കുട്ടികൾ ഈ പരീക്ഷ എഴുതാൻ പ്രാപ്തരാകണമെങ്കിൽ എന്ത് ചെയ്യണം? അവരെ ഒരു 5ാം ക്ലാസ് മുതൽ ആ ട്രെയിനിങ് കൊടുക്കണം. ഈ രീതിയിലേക്ക് നമ്മളുടെ കാഴ്ചപ്പാട് മാറേണ്ടതുണ്ട്. ചെയ്യുന്നുണ്ട്. ചെയ്യുന്നത് സ്മാർട്ടായിട്ടും കൂടുതൽ ക്രിയേറ്റീവായിട്ടും ചെയ്യാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അടുത്തത്, എല്ലാ കോൺഗ്രിഗേഷനുകളും എല്ലാ രൂപതകളും കെട്ടിടങ്ങൾ പണിത് അവിടെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ആ ഒരു സ്ഥിതി മാറണം. ഈ പലപ്പോഴും മലപ്പുറത്തേക്കൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം, അവിടെ ഈ മലബാറിലെ ഈ ഒരു സമുദായത്തിലെ പരമാവധി കുട്ടികൾ ഒരു സെൻറ്ററിൽ വന്നിട്ട് അവരവിടെ പഠിക്കുകയാണ്. അപ്പം കെട്ടിടത്തിന് വേണ്ടി മുടക്കുന്ന തുക വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് മുടക്കാൻ കഴിയുന്ന ഒരു സംവിധാനമായിട്ടത് മാറും. എല്ലാവരും കെട്ടിടം പണിത് അവിടേക്ക് പിള്ളേരെ എത്തിക്കുന്നതിന് പകരം നമ്മൾ ഇപ്പോഴും കരുതുന്നുണ്ടല്ലേ അമൽ, നമ്മളിങ്ങനെ കെട്ടിടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അത് നമുക്കൊരു ഹരമാണ്, കുറ്റമല്ല, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇനിയുള്ള കാലം എല്ലാം ടെക്നോളജികളും AI കളും വിദൂര വിദ്യാഭ്യാസവും ഓൺലൈൻ്റെ കാലത്തൊക്കെ
നമ്മുടെ ഈ കെട്ടിടം പണിയും അല്ലെങ്കിൽ നമ്മൾ പള്ളികൾക്ക് വേണ്ടി പൈസ ഉറപ്പായിട്ടും മുടക്കണം. പക്ഷേ നമ്മൾ ഇനിയുള്ള കാലത്തെയും നമ്മുടെ പോപ്പുലേഷനെയും നമ്മുടെ മുന്നോട്ടുള്ള സാഹചര്യങ്ങളെയുമൊക്കെ കുറച്ചുകൂടി അവധാനതയോടെ കൺസ്ട്രക്ഷനിലേക്ക് വരേണ്ടത് സെൻട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ അതിരൂപതകൾക്ക് ഒരു സെൻറ്റർ, അവിടേക്ക് ഈ എല്ലാ രൂപതകളിൽ നിന്നും കുട്ടികളെ ട്രെയിൻ ചെയ്ത് അവിടെ പഠിപ്പിക്കാൻ അവിടെ എത്തിക്കുക. അങ്ങനെ വരുമ്പോൾ ഇത്രയും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റ സ്ഥാപനം, ഒരൊറ്റ കെട്ടിടം റൺ ചെയ്താൽ മതി. ആ കെട്ടിടം പണിയാനെടുക്കുന്ന തുകയെ നമുക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് മാറാം. ഈ രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയേണ്ടതുണ്ട്. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് വന്നെങ്കിൽ മാത്രമേ നമ്മളുടെ വിദ്യാർത്ഥികളെ നമുക്ക് കൂടുതലായിട്ട് ഇത്തരം അല്ലാത്ത പക്ഷം നമ്മൾ അടുത്ത തലമുറയോട് നമ്മൾ മാപ്പ് പറയേണ്ട ഒരു സാഹചര്യം. അതോടൊപ്പം തീർച്ചയായിട്ടും വെൽത്തിയറായ ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് നമ്മൾ പറയും. ഇതിനകത്ത് ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. നമ്മൾ ഈ പലപ്പോഴും ഈ രൂപത തലത്തിൽ അല്ലെങ്കിൽ ഫൊറോന തലത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങളുടെ തലത്തിൽ ഇതുപോലെയുള്ള കോച്ചിങ്ങുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് തുടക്കമിടുകയും എന്നിട്ട് അത് എല്ലാവർക്കുമായിട്ട് മാറ്റുകയും ചെയ്യുന്നതാണ് അതെ മറ്റൊരു വിരോധാഭാസമായിട്ട് മാറുന്നത്. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റിയെ ബിൽഡ് ചെയ്യാനാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുകയും അവസാനം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ആകെ 2-3 പേര് മാത്രം ക്ലാസ്സിൽ പങ്കെടുക്കുകയും മറ്റ് ആൾക്കാർക്ക് വേണ്ടി മാത്രം തുറന്നു കൊടുക്കുകയും ചെയ്യുന്നൊരു രംഗത്തേക്കാണ് പലപ്പോഴും പലതിൻ്റെയും തുടക്കവും അവസാനിക്കുന്നതിൻ്റെ ഒരു അപ്പം കൂടുതൽ നമ്മൾ ഈ പൈസ എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും അത് മറ്റു തരത്തിലേക്ക് പോകുന്ന ഒരു തരത്തിലേക്കാണ് ഇന്ന് ഈ നമ്മുടെ സംവിധാനങ്ങൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. അത് വരാതിരിക്കട്ടെ. കാര്യം ഈ ആരെയാണോ പരിഗണിക്കേണ്ടത് അവിടെ ആയിരിക്കും നമ്മുടെ ഫോക്കസ് വരേണ്ടതെന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇതിനകത്ത് അച്ഛൻ പറഞ്ഞ പോലെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം അതിനകത്ത് തീർച്ചയായിട്ടും ഉണ്ടാകണം. പലപ്പോഴും പലർക്കും അറിയത്തില്ല. അതായത് പല സന്യാസമൂഹങ്ങളാകട്ടെ ഈ ആവശ്യങ്ങൾ എവിടെയാണ് ഇതിൻ്റെ പ്രയോജനം. ഇപ്പം നമ്മളിവിടെ സംസാരിക്കുന്ന പല ആകുലതകളും ആശങ്കകളും എന്തിനാ ഈ ജൈവികോശി കമ്മീഷനിലുള്ള ഈ വിഷയങ്ങളിലുള്ള റിപ്പോർട്ടുകളിലുള്ള ആകുലതകളുണ്ട്. ഈ ആകുലതകളെപ്പറ്റി പലപ്പോഴും ഈ സന്യാസ ഭവനങ്ങളിലുള്ള ആളുകൾക്കോ അല്ലെങ്കിൽ മറ്റ് ഈ വിഭാഗത്തിലുള്ള ആളുകൾക്കോ ഒന്നും തന്നെ ഒരു പരിചിതമല്ല. അതുകൊണ്ട് തന്നെ ഇവരെ സംബന്ധിച്ചോളം ചാരിറ്റി എന്ന് പറയുന്നത് ഈ പൊതുമേഖലയിലുള്ള പ്രവർത്തനങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇനി നാളുകളിലും അതങ്ങനെ തന്നെ ചെലവഴിച്ച് പോകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. ഇപ്പോൾ തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റിയുടെ ആശങ്ക എന്താണെന്ന് ഓരോ സന്യാസ ഭവനങ്ങളെയും ആദ്യം പഠിപ്പിക്കേണ്ടത് ഒരു അനിവാര്യ ഘടകം തന്നെയാണ്. ഞാൻ പറയുന്നത് സന്യാസഭകളെ മാത്രം നമ്മൾ പറയരുത്, അല്ല വൈദികർ ഇവരെല്ലാം സന്യാസഭകളുടെ ശുശ്രൂഷകൾ നമുക്കറിയാം എത്രയോ വിലപ്പെട്ടത് എത്രയോ പ്രധാനപ്പെട്ട. പക്ഷെ അതല്ലല്ലോ നമ്മുടെ രൂപത, നമ്മുടെ വൈദികർക്ക് എത്ര പേർക്ക് അതിനെക്കുറിച്ച് അവയർനെസ്? അല്ല അതുകൊണ്ടല്ല സ്ഥാപനങ്ങളായിക്കോട്ടെ, നമുക്ക് രൂപതകൾക്ക് എത്രയോ സ്ഥാപനങ്ങളുണ്ട്. ഈ ജൈവികോശി കമ്മിറ്റി റിപ്പോർട്ട് വായിച്ച എത്ര അച്ഛന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ? ഇവിടെ വിഷയം ഈ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ബോധവൽക്കരണം എല്ലായിടങ്ങളിലും ഉണ്ടാകുക എന്നുള്ളതാണ്. ഞാൻ പറയും ഇതിനൊരു ലീഡർഷിപ്പിന് വേണം. അത് പ്രൊഫഷണലായ ആളുകളെ അതിൻ്റെ സമീപനം മേടിച്ചാലും തെറ്റില്ല. നമുക്കറിയാം എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ ഉടനെ കോച്ചിങ് സെൻ്ററുകൾ തുടങ്ങും, ഉടനെ ബിൽഡിങ്ങുകൾ തുടങ്ങും, സെന്ററുകൾ ആരംഭിക്കുക. നമുക്ക് നമ്മൾ ഈ പ്രസ്ഥാനത്തേക്ക് ബന്ധിപ്പിച്ചാൽ മതി. വളരെ ഈസി ആയിട്ട് ഇതൊക്കെ ചെയ്യാം. ഇതിനോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടെ പറയേണ്ടത്, നമ്മളിപ്പോൾ ഞാനൊരു അച്ഛൻ എന്ന നിലയിൽ എനിക്ക് ഇതിൻ്റെ ഒരു മറുവശം കൂടി ഒന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും ഈ സഭാ സംവിധാനങ്ങൾ ഇതുപോലെയുള്ള കോച്ചിങ് സെൻ്ററുകളും കാര്യങ്ങളും ഒക്കെ തുടങ്ങും. ഇപ്പോൾ ഉദാഹരണത്തിന് ചങ്ങനാശ്ശേരിയിൽ നാളൊരു വൈദികൻ എന്നോട് പറഞ്ഞൊരു കാര്യം, അവിടെ ഒരു PSC പരിശീലനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് ഒരു 100 കുട്ടികളെ പ്രതീക്ഷിച്ച് ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പഠിപ്പിക്കാനുള്ള അധ്യാപകരെ കണ്ടെത്തി അവർക്ക് ഫീസൊക്കെ നിർണ്ണയിച്ച് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഒരു 50 പേര് വരുന്നു. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും അത് 25 ചുരുങ്ങുന്ന അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ കുട്ടികളും അവരുടെ മാതാപിതാക്കളും മോട്ടിവേറ്റഡ് ആവുക. പിന്നെ കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് വളരെയധികം കുറവാണ്. ഒരു കച്ചവടം തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ലാഭമില്ലെന്ന് പറഞ്ഞ് പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അത് കാഴ്ചപ്പാടിൽ വലിയ മാറ്റം കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. ഇന്റർവെൻഷനിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. 2 പേരൻസിനെ അത് മോട്ടിവേറ്റ് ചെയ്യണം. പിന്നെ ഇത് ഒറ്റ പ്രസംഗങ്ങളിലൂടെ അല്ല. അച്ഛൻ മുമ്പേ പറഞ്ഞു ജൈവികോശി കമ്മിറ്റിയെ കുറിച്ച് 10 തവണ പറയുമ്പോഴാണ് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയാം. അതുപോലെ ഇതൊരു ആശയ പ്രചരണമാണ്, ഒരു കമ്മ്യൂണിക്കേഷനാണ് അല്ലേ? ഇത്തരം ചില കമ്മ്യൂണിക്കേഷൻസ് നമ്മളുടെ ഇതിൽ ആഡ് ചെയ്യണം. ഇതിനകത്ത് ഈ കൺസിസ്റ്റൻസിയെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പറയാം. അതായത് കുടുംബങ്ങളിലെ ഈ കുട്ടികളുടെ എണ്ണക്കുറവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് ഈ കുടുംബങ്ങളിൽ 1-2 കുട്ടിയുള്ള സമയത്ത് ഇവർ അനുഭവിക്കുന്ന ഒരു സ്ട്രഗിൾ. നമ്മളിപ്പം ഈ വിദേശത്തേക്ക് ജോലി നോക്കി പോകുന്ന പ്രസിദ്ധികൾ പറയുന്നുണ്ട്. പക്ഷെ അവിടെ നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ പല കുട്ടികളും വിദേശത്തേക്ക് നല്ലൊരു ജോലി എന്ന ചിന്തയേക്കാൾ ഉപരി എങ്ങനെയും ഈ നാട്ടിൽ നിന്ന് രക്ഷപ്പെടുക എന്നൊരു ചിന്തയിലാവുന്നത്. ഈ രക്ഷപ്പെടുന്ന ഒരു ചിന്ത എവിടുന്ന
ഈ വീട്ടിലുണ്ടാകുന്ന അസ്വസ്ഥതകളിൽ വീട്ടിൽ മാത്രമല്ല സൊസൈറ്റിയിലും. സൊസൈറ്റിയിൽ നടന്ന അസ്വസ്ഥതകളിൽ രണ്ടാമതൊരു കാര്യമുണ്ട്, ഈ അമല് പറഞ്ഞ ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മക്കളൊക്കെ വന്നു വരുമ്പോഴേക്കും ഒരു കുട്ടിയൊക്കെ ഉള്ള കുടുംബങ്ങളാണ് കൂടുതൽ. ഇവർ റിസ്ക് എടുക്കാൻ നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ ഈ ഒരു സേഫ് സോണിൽ ജീവിക്കുന്ന ഒരു മനുഷ്യരായി നമ്മൾ മാറി. നമുക്ക് പണ്ടൊക്കെ ഈ വന്യമൃഗങ്ങളോടൊക്കെ മല്ലടിച്ചിരുന്ന കഥയൊക്കെ നമുക്ക് പണ്ട് പറയാവുന്നല്ലാതെ ഇന്ന് നമ്മളുടെ മുമ്പിൽ നോക്കുമ്പോൾ നമ്മൾ ഭയപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് വളരെയധികം രീതിയിൽ. നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റുന്നില്ല. ഒരു പരീക്ഷയൊക്കെ തയ്യാറെടുക്കുക കഴിഞ്ഞാൽ അയ്യോ ഞാൻ തോറ്റു പോകുന്നു, പരീക്ഷ എഴുതാത്ത ആളുകളാണ് നമ്മൾ. സംഭവിക്കുന്ന ഒരു വലിയ അപകടം മാതാപിതാക്കൾ തിരിച്ചറിയണം. ഗ്രാമപ്രദേശങ്ങളിൽ പോലും വേദപാഠത്തിന് പിള്ളേരെ കൊണ്ടുവരുന്നതും കൊണ്ടുവിടുന്നതും ഓരോ വാഹനത്തിലാണ്. ഞാനൊരു ദിവസം ഒരു വലിയൊരു പള്ളിയിൽ ചെന്ന് കഴിഞ്ഞപ്പം എനിക്ക് അത്ഭുതം തോന്നി. എൻ്റെ ചെറുപ്പത്തിലൊക്കെ പിള്ളേരെല്ലാവരും ഒരുമിച്ചാണ് വരുന്നത്. കൂട്ടായ്മ നഷ്ടപ്പെട്ടു. അപ്പം എന്തുകൊണ്ടാണ്? പ്രായോഗിക ബുദ്ധി നഷ്ടപ്പെടുകയാണ്. ഒരു പട്ടി ഓടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? പട്ടി പുറകെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കല്ലെടുത്ത് പിടിക്കുകയോ അല്ലെങ്കിൽ ഒരു വടിയെടുത്ത് പിടിക്കുകയോ നിന്നാൽ മതി, പട്ടി തിരിഞ്ഞ് ഓടിപ്പോയിക്കോളും എന്ന് ഒരു പ്രായോഗിക ബുദ്ധി കാരണവന്മാർ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും അവരങ്ങനെ വളർന്നു വരികയും ചെയ്യുന്ന ഒരു കാലമാണ് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ. ഇന്ന് ആ രീതി മാറി. റിസ്ക് എടുക്കാൻ തയ്യാറല്ല. ഭയം എല്ലാവരെയും ബാധിക്കുന്നു. പെട്ടെന്ന് മാനസിക പിരിമുറുക്കങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഇരുവശത്തു നിന്നും ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരണം. ഒന്ന് സഭാതലത്തിൽ ഒരു ശക്തമായിട്ടുള്ള ഒരു മാറ്റം, ആത്മായ തലത്തിൽ ഈ പോസിറ്റീവായിട്ട് മാറുന്ന സാഹചര്യത്തെ പോസിറ്റീവായിട്ട് സ്വീകരിച്ചുകൊണ്ട് അതിൽ വളർന്നു വരാനുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യണം. യെസ്. ജാതി, മതം, വർഗം, വർണ്ണം ഒന്നും നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് എല്ലാവർക്കും സേവനം ചെയ്യുക എന്നതാണ് കത്തോലിക്ക സഭയുടെ നിലപാട്. അത് വർഷങ്ങളായി നമ്മൾ തുടരുന്ന നിലപാട്. അത് തുടരുക തന്നെ ചെയ്യണം. പക്ഷേ ഈ സ്വന്തം നാട്ടിൽ ഈ എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ട് ഡിപ്രഷനിലേക്ക് കടന്നു പോകുന്ന, എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ട വലിയൊരു സമൂഹം നമ്മുടെ മണ്ണിലുണ്ട്. വേരറ്റു പോകുന്ന, മണ്ണൊലിച്ചു പോകുന്ന, ഒരു ഇറ്റുനീര് വെള്ളം കാത്തിരിക്കുന്ന ഒരു സമൂഹം നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ പ്രയോറിറ്റികളൊക്കെ ഭൗതികമായ വളർച്ചയിൽ നിന്നൊക്കെ അല്പമൊന്നും മാറ്റി ഈ സമുദായ അംഗങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി കേവലം ആത്മീയ ഉപദേശങ്ങൾക്കപ്പുറത്തേക്ക് അവിടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങളെ തൊട്ടറിയുന്ന ചില നിലപാടുകൾ നമുക്കില്ലെങ്കിൽ അടുത്ത ഒരു 10-20 വർഷം കഴിയുമ്പോൾ കത്തോലിക്ക സഭയിൽ കുറേ മനുഷ്യർ ഇങ്ങനെ ജീവിച്ചു പോന്നിരുന്നു എന്നത് ടെക്സ്റ്റ് ബുക്കുകളിൽ മാത്രം നമ്മൾ കേട്ട് പഠിക്കേണ്ട ഒരു സാഹചര്യം, നമ്മുടെ പൈതൃകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൂടെ മാത്രം പഠിക്കേണ്ട ഒരു സാഹചര്യം വരും തലമുറയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ കെൽപ്പുള്ള നേതൃത്വം, കാമ്പുള്ള ഇടപെടലുകൾ അതിവേഗം ഉണ്ടാകട്ടെ. ഷെക്കീന ഫയറും അവസാനിക്കുന്നു. പ്രിയ പ്രേക്ഷകർക്ക് ഒപ്പം അതിഥികൾക്ക് നന്ദി.